നിർമ്മാണം പൂർത്തിയാക്കി ഒരു വർഷത്തോളമാകാറായിട്ടും സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കാതെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലം. ടൂറിസം വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ചില്ലുപാലം എന്ന പ്രത്യേകതയോടെയാണ് ഈ കണ്ണാടിപ്പാലം വന്നത്. എന്നാൽ വിവാദങ്ങൾക്കിടെ ഈ മാസം അവസാനത്തോടെ ചില്ലുപാലം തുറന്നുകൊടുക്കുമെന്ന് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് പറഞ്ഞു. തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലത്തെ ഗ്ലാസ് ബ്രിഡ്ജിനെ പറ്റി നേരത്തെ വിവാദങ്ങൾ നിലനിന്നിരുന്നു. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഉദ്ഘാടനത്തിന് മുമ്പേ പാലത്തിലെ കണ്ണാടി പൊട്ടി. സാമൂഹ്യ വിരുദ്ധർ പൊട്ടിച്ചതാണെന്ന പരാതിയിലാണ് ആദ്യം പോലീസ് അന്വേഷണം നടത്തിയത്. ഫോറൻസിക് പരിശോധനയിലാണ് ചൂട് കൂടിയപ്പോഴാണ് ഗ്ലാസ് പൊട്ടിയതെന്ന് കണ്ടെത്തിയത്. നിലവാരമില്ലാതെ ഗ്ലാസ് ഉപയോഗിച്ചുള്ള അഴിമതിയാണെന്നുള്ള ആരോപണവും ഉയർന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ VK പ്രശാന്ത് MLA തള്ളി. വിവാദം ഉണ്ടായതല്ല, അന്ന് ഒരു ഗ്ലാസ് പൊട്ടി. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണോ എന്നുള്ള സംശയം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ സമിതി വേണമെന്നുള്ളത് ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടീമുണ്ടാക്കി. ആ ടീമാണ് പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. 70 അടി ഉയരവും 52 മീറ്റർ നീളവുമാണ് പാലത്തിനുള്ളത്. ഈ മാസം അവസാനത്തോടെ കണ്ണാടിപ്പാലം തുറന്നു കൊടുക്കാനാണ് ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. മെയ് പകുതിയോടുകൂടി തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളെ തുടർന്ന് വിദഗ്ധ സമിതി പരിശോധന നടത്തിയിരുന്നു. വിദഗ്ധ സമിതി പറഞ്ഞതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.